മക്കളെ 5 മിനിറ്റ് കൊണ്ട് 5 ക്വസ്റ്റ്യൻസ്. ഓക്കെ, വേഗത്തിൽ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഫോർ SN4+ ബാർ SN2+. SN4+ ബാർ SN2+ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.15 വോൾട്ട്. CR3+ ബാർ CRന്റെ വാല്യൂ തന്നിട്ടുണ്ട് -0.74 വോൾട്ട്. രണ്ടുപേരുടെ വാല്യൂ തന്നിട്ട് ആർക്കാണ് റിഡക്ഷൻ നടക്കുക എന്ന് ചോദിച്ചാൽ ആർക്കാണോ വലിയ വാല്യൂ അയാൾക്കാണ് റിഡക്ഷൻ. കാരണം ഇവിടെ തന്നത് റിഡക്ഷനെ കുറിച്ചാണ് പറയുന്നത്. 4+2+ ആവുക പറഞ്ഞാൽ റിഡക്ഷനാണ്, 3+0 ആവുക പറഞ്ഞാൽ റിഡക്ഷനാണ്. ചാർജ് കുറയല, റിഡക്ഷനാണ്. അപ്പോൾ തന്നതിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാ? 0.15 വോൾട്ടാണ്. അപ്പോൾ അയാൾക്കാണ് റിഡക്ഷൻ, അഥവാ SN4+ ആണ് ഇവിടെ റിഡക്ഷൻ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും CR3+ അവിടെ സംഭവിക്കുന്നത് ഓക്സിഡേഷനാണ്. തന്നത് റിഡക്ഷൻ്റെ വാല്യൂ ആണ് രണ്ടും, പക്ഷേ ഒരാൾക്ക് റിഡക്ഷനും ഒരാൾക്ക് ഓക്സിഡേഷനാണ്. ഇത് തമ്മിൽ ചേർത്ത് വെച്ചാണ്ടാവുന്ന സെല്ല്. സോ ചോദ്യം എന്താ? ഇത് തമ്മിൽ ചേർത്ത് വെച്ചൊരു സെല്ല് ഉണ്ടാക്കിയാൽ ആ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ എത്രയാണ്? സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ E0 സെല്ല് ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ട്രിക്ക് വെച്ച് പഠിച്ചിട്ടുണ്ട്. കാഥോഡിൽ എപ്പോഴും റിഡക്ഷൻ, റെഡ് ക്യാറ്റ് എന്നല്ലേ നമ്മൾ പഠിച്ചത്, റെഡ് ക്യാറ്റ്. ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷൻ, ആനോക്സ് എന്നല്ലേ നമ്മൾ പഠിച്ചത്, ഒരു കാള ആനോക്സ്. അപ്പം റിഡക്ഷൻ എപ്പോഴും കാഥോഡില്ല. അപ്പോൾ ഇയാളാണ് ഇവിടുത്തെ കാഥോഡ്. ആര്? ഇയാളാണ് ഇവിടുത്തെ ആനോഡ്. ഓക്കെ, അപ്പോൾ കിട്ടി. E0 കാഥോഡിൽ എഴുതേണ്ട വാല്യൂ 0.15 മൈനസ് E0 ആനോഡിൽ എഴുതേണ്ട വാല്യൂ -0.74 വോൾട്ട്. രണ്ട് മൈനസ് വരും, മൈനസ്. സോ ആൻസർ വരിക 0.89 വോൾട്ട്. ആരെ സിമ്പിൾ ആൻഡ് ഹംബിൾ. Okay, next ക്വസ്റ്റ്യനിലേക്ക് പോവാം. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് കാറ്റലിസ്റ്റ് ആൻഡ് ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതണം. കാറ്റലിസ്റ്റ് പ്രൊവൈഡ് ആൻ ആൾട്ടർനേറ്റീവ് പാത്വേ ഫോർ റിയാക്ഷൻ മെക്കാനിസം ബൈ ലോവറിംഗ് ആക്ടിവേഷൻ എനർജി. വെരി ഇൻട്രസ്റ്റിംഗ്, വെരി സിമ്പിൾ ഐഡിയ. കാറ്റലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അയാൾ റിയാക്ഷൻ്റെ പാത്വേ മാറ്റും, ആക്ടിവേഷൻ എനർജി കുറക്കും. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. ആക്ടിവേഷൻ എനർജി കുറച്ച് പാത്വേ മാറ്റും. രണ്ടാമത്തത്, കാറ്റലിസ്റ്റ് ക്യാൻ ഓൾട്ടർ ദി ഗിബ്സ് എനർജി ഓഫ് എ റിയാക്ഷൻ. നെവർ. ഗിബ്സ് എനർജിയെ ഒരു ചൂക്കും ചെയ്യാൻ നമ്മുടെ കാറ്റലിസ്റ്റ് നടക്കൂല. കാറ്റലിസ്റ്റിന് ഗിബ്സ് എനർജിയെ മാറ്റാൻ കഴിയില്ല. സി, എ കാറ്റലിസ്റ്റ് കാറ്റലൈസസ് ഓൺലി സ്പോണ്ടേനിയസ് റിയാക്ഷൻ. ഉറപ്പ്. സ്പോണ്ടേനിയസ് റിയാക്ഷൻസിനെ മാത്രമേ അതിന് കാറ്റലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിന് നോൺ സ്പോണ്ടേനിയസ് ആക്കാൻ പറ്റില്ല. ഡെൽറ്റാജിയെ എന്ത് ചെയ്യാൻ പറ്റില്ല? അതിന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഡെൽറ്റാജിയെ ചേഞ്ച് ചെയ്യുമ്പോഴല്ലേ സ്പോണ്ടേനിയസ് നോൺ സ്പോണ്ടേനിയസ് ആവും. അപ്പം ആൻസർ ഏത് തന്നെയാണ്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ ബി. നെക്സ്റ്റ്, കാൽക്കുലേറ്റ് സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെൻറ്റ്, അഥവാ മ്യൂ കാണണം. ആരുടെ മ്യൂ? M2+ എന്ന് പറയുന്ന അയോണിൻ്റെ. അതിൻ്റെ അറ്റോമിക് നമ്പർ 27. അറ്റോമിക് നമ്പർ 27 കൊബാൾട്ട് അല്ലേ? കൊബാൾട്ട് എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, M എന്ന് എഴുതിയാൽ മതി. 27 എത്രയാണ് കോൺഫിഗറേഷൻ വരിക? ആർഗൺ. ഓക്കെ, 3d7 4s2 ആണ്. പക്ഷേ 4s2ൽ 2 ഇലക്ട്രോൺ പോയി, 2+. അപ്പോൾ 4s0 എന്ന് എഴുതിയാൽ മതി. അഥവാ കൊബാൾട്ട് 2+ ആണ് ഇവിടെ കാണേണ്ടത്. സോ 3d7ൽ അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം 7 ആണോ? അങ്ങനെ ഒരിക്കലും എഴുതരുത്. അൺപെയ്ഡ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 3 അല്ലേ വരൂ. കാരണം എന്താ? 5 ഓർബിറ്റൽ വരച്ചാൽ 1 2 3 4 5 6 7, ബാക്കി 3 അൺപെയ്ഡ് ഇലക്ട്രോൺസ് അല്ലേ വരൂ. അപ്പോൾ n = 3 അല്ലേ? എന്താ നമ്മുടെ മ്യൂവിൻ്റെ ഇക്വേഷൻ? √n × n+2 അല്ലേടാ. അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 3 അല്ലേ? അപ്പോൾ √3 × 3+2. ഓക്കെ, അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം അൺപെയ്ഡ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 3 ആണെങ്കിൽ മ്യൂവിൻ്റെ വാല്യൂ 3 പോയിന്റ് സംതിങ് ആയിരിക്കും. 3.87 ബോർ മാഗ്നറ്റോൺ. ആൻസർ ആയി. സിമ്പിൾ ആൻഡ് ഹംബിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കെമിക്കൽ കൈനറ്റിക്സ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ദ കൺവേർഷൻ ഓഫ് മോളിക്യൂൾസ് X to Y ഫോളോസ് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്. ഓക്കെ, സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്. XY ആവുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ ആണ്. അപ്പോൾ തന്നെ നമുക്കൊരു കാര്യം എഴുതാം. എന്തെന്നറിയോ? ഇതിൻ്റെ റേറ്റ് എങ്ങനെ എഴുതാം? K × കോൺസെൻട്രേഷൻ ഓഫ് X⁻². X ആണ് റിയാക്റ്റൻ്റ്, അതിൻ്റെ പവറിൽ 2 വരാൻ കാരണം സെക്കൻഡ് ഓർഡർ ആണ്. ഇഫ് കോൺസെൻട്രേഷൻ ഓഫ് X ഈസ് ഇൻക്രീസ്ഡ് ബൈ 3 ടൈംസ്, ഇതിൻ്റെ കോൺസെൻട്രേഷൻ 3 ടൈംസ് ഇൻക്രീസ് ചെയ്താൽ പുതിയ കിട്ടുന്ന റേറ്റ് എങ്ങനെയായിരിക്കും? അഥവാ റേറ്റ് ഓഫ് ഫോർമേഷൻ എങ്ങനെയായിരിക്കും? പുതിയ റേറ്റ് എങ്ങനെയായിരിക്കും? അപ്പോൾ പുതിയ റേറ്റ് ഞാൻ R1 എന്ന് എഴുതിയാൽ R1 = K × കോൺസെൻട്രേഷൻ ഓഫ് X എന്നുള്ളടത്ത് 3x എന്ന് എഴുതും. കാരണം 3 ടൈംസ് ഞാൻ ഇൻക്രീസ് ചെയ്തു, 3x². അപ്പോൾ 3² കിട്ടുന്ന 9 ഞാൻ പുറത്തെടുത്തു, 9. ബാക്കി K × കോൺസെൻട്രേഷൻ ഓഫ് X² എന്ന് എഴുതി. എടാ, ഈ K × കോൺസെൻട്രേഷൻ ഓഫ് X² എന്ന് പറഞ്ഞാൽ 6 തന്നെയല്ലേ? അപ്പോൾ എനിക്ക് R1 = 9R എന്ന് എഴുതാം. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നിങ്ങൾക്ക് മനസ്സിലായ പോയിന്റ്. ആദ്യത്തെ R എത്രയാണോ അതിൻ്റെ 9 ടൈംസ് കൂടും പുതിയ കിട്ടുന്ന R1. അഥവാ റേറ്റ് ഓഫ് ഫോർമേഷൻ എങ്ങനെ അഫക്റ്റ് ചെയ്യും? ഇൻക്രീസ്ഡ് ബൈ 9 ടൈംസ്. എന്താ കാരണം? സെക്കൻഡ് ഓർഡറാണ്. നിങ്ങൾ 3 ടൈംസ് കൂട്ടിയാൽ സെക്കൻഡ് ഓർഡർ ആയതുകൊണ്ട് 3² 9 ടൈംസ് കൂടും. സെറ്റ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഓൺ ദ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ റിയാക്ഷൻ? നിങ്ങൾക്കറിയാം, ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ബൈ 10 ഡിഗ്രി സെൽഷ്യസ് ഓർ 10 കെൽവിൻ. നിങ്ങൾ 10 ഡിഗ്രി അല്ലെങ്കിൽ 10 കെൽവിൻ ടെമ്പറേച്ചർ കൂട്ടിയാൽ യുവർ റേറ്റ് കോൺസ്റ്റന്റ് K ബിക്കം നിയർലി ഡബിൾസ്. K അതിൻ്റെ ഇരട്ടിയായിട്ട് മാറും. നിങ്ങൾ വെറും 10 ഡിഗ്രി കൂട്ടിയാൽ
നിങ്ങളുടെ റേറ്റ് കോൺസ്റ്റൻറ്റ് ഡബിൾ ആയിട്ട് മാറും. ഇത് പറഞ്ഞെന്ന ഇക്വേഷനാണ്, ടെമ്പറേച്ചറും റേറ്റ് കോൺസ്റ്റൻറ്റും തമ്മിലുള്ള ബന്ധം പറഞ്ഞെന്ന ഇക്വേഷനാണ് അറീനിയസ് ഇക്വേഷൻ, അഥവാ K ഈക്വൽ ടു A ഇൻറ്റു e⁻⁻⁴. ഇതിൽ മക്കളെ ഓരോ ടേംസും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ആ ടേംസ് എന്താണെന്ന് പറഞ്ഞാൽ മതി. എന്താണ് K? റേറ്റ് കോൺസ്റ്റൻറ്റ്. എന്താണ് A? അറീനിയസ് ഫാക്ടർ അല്ലെങ്കിൽ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ. E എന്താ? എക്സ്പോണൻഷ്യൽ ടേം. EA എന്താ? ആക്ടിവേഷൻ എനർജി. R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, T ടെമ്പറേച്ചർ. അതും കൂടെ എഴുതിയാൽ സംഭവം സെറ്റ്. ഓക്കെ, താങ്ക് യു.